റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം ആത്മീയമായി ഒരുങ്ങി നമ്മൾ 2025 ജൂബിലി ക്രിസ്മസ് ആഘോഷിക്കാൻ തൊട്ട് അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഡിസംബർ 1 നമ്മൾ മംഗളവാർത്തക്കാലത്തിലെ 25 നോമ്പെടുത്ത് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണമായിട്ടാണ് ഈശോ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്നു പിറന്നത്. നമുക്കറിയാം, ഈശോ മനുഷ്യനായി അവതരിക്കേണ്ട സാഹചര്യം ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആദി മാതാപിതാക്കളുടെ പാപം, ആ പാപം മൂലം അവർ സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താവുകയാണ്. സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്തായത് യഥാർത്ഥത്തിൽ ആദ്യ കുടുംബമാണ്. സ്വർഗരാജ്യത്തിൽ തകർക്കപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അത് കുടുംബത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയാണ് തകർക്കപ്പെട്ടത്. ഞാൻ ഈ നാളുകളിൽ വായിച്ച ഒരു പുസ്തകം, ബന്ധിതർക്ക് മോചനം എന്ന് പറഞ്ഞ് പ്രശസ്ത ആത്മീയ ചിന്തകനായ നീൽ ലൊസാനോ എഴുതിയ ഈ പുസ്തകം, ഈ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നത് സാത്താന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നാണ്. ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്നാൽ ഈ മനോഹരമായ ആത്മീയ ഗ്രന്ഥത്തിൽ പറയുന്നത് സാത്താന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. യഥാർത്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്, ദൈവത്തിൻ്റെ പദ്ധതി സൃഷ്ടികർമ്മത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി കുടുംബത്തെ രൂപപ്പെടുത്തുക ആയിരുന്നെങ്കിൽ, സ്വർഗത്തിൽ നമ്മൾ കാണുന്ന സാത്താൻ്റെ പദ്ധതി ഈ കുടുംബത്തെ തകർക്കുകയായിരുന്നു. അതിലെ അവൻ വിജയിച്ചു. നമ്മൾ ഈ 2025 ഈശോയുടെ തിരുപ്പിറവിയുടെ ജൂബിലി ആഘോഷിക്കുമ്പോഴും ഇന്നും സാത്താൻ ദൈവ പദ്ധതിയെ തകർക്കുന്നത് കുടുംബങ്ങളെ തകർത്തുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകാം. ഇന്ന് സാത്താൻ നമ്മുടെ അനേകം മക്കളെ, കുടുംബങ്ങളെ തകർക്കുന്നത് വിവാഹം വേണ്ട, തങ്ങൾ ഏകമനസ്സായി ഏകസ്ഥരായി ജീവിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ, അങ്ങനെ കുടുംബമെന്ന ദൈവ പദ്ധതിയെ വളരെ അപകടകരമായി തകർക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ജൂബിലി വർഷത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഈ 25 നോമ്പിൽ നമ്മളെല്ലാം എടുക്കേണ്ട നിയോഗം ദൈവ പദ്ധതിയായ ഈ കുടുംബത്തെ വീണ്ടെടുക്കുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് യോസേപ്പ് പിതാവിനെയും മാതാവിനെയും വിളിക്കുന്നത്. കുടുംബത്തിലൂടെയാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി പുനഃസ്ഥാപിക്കുന്നത്. അപ്പം നമ്മൾ ഈ ദൈവം വിളിക്കുകയാണ് ഈ കുടുംബത്തിലൂടെ ദൈവ പദ്ധതിയെ പുനഃസ്ഥാപിക്കാൻ. ഇപ്പം ഈ ജൂബിലി നമ്മൾ ആഘോഷിക്കുമ്പം പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്
ധ്യാനിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബം. ആ കുടുംബത്തെ സ്വീകരിക്കാൻ, വിവാഹ കൂദാശയെ സ്വീകരിക്കാൻ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ യുവജനങ്ങളെ ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ 25 നോമ്പ് എടുക്കാം. പിശാച് എപ്രകാരമാണ് കുടുംബത്തെ തകർത്തത്? ഏദനിൽ നമ്മൾ കാണുകയാണ്, അവിടെ ദൈവ വചനത്തെ ധിക്കരിച്ചുകൊണ്ടാണ്, ദൈവവചനത്തെ അവിശ്വസിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പദ്ധതിയെ, രക്ഷാകര പദ്ധതിയെ വീണ്ടെടുക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മ ഏറ്റുപറയുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ, എവിടെ ഹൗവ തള്ളിപ്പറഞ്ഞ ദൈവവചനത്തെ ജീവിതത്തിൻ്റെ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അവിടെ ആദം ദൈവവചനത്തെ മുറുകെ പിടിക്കാൻ പരാജയപ്പെട്ടപ്പോൾ യൗസേപ്പ് പിതാവ് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ, ജോസഫ് നിദ്രയിൽ ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവ പദ്ധതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുന്ന മാതാവിനെയും യൗസേപ്പ് പിതാവിനെയുമാണ് നമ്മൾ കാണുന്നത്. ഈ മംഗളവാർത്ത കാലത്തിലെ 25 നോമ്പിൻ്റെ 1-ാം ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയോടും യൗസേപ്പ് പിതാവിനോടും ചേർന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി ഉൽപ്പത്തി മുതൽ തുടരുന്നത് കുടുംബത്തിലൂടെയാണ്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് ദൈവ പദ്ധതിയാൽ നയിക്കപ്പെടുന്ന കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകമായി വിവാഹ കൂദാശയുടെ വലിയ കൃപ സ്വീകരിക്കാൻ ലോകത്തിലുള്ള എല്ലാ യുവതി യുവാക്കൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ 25 ദിവസം നമുക്ക് 25 നോമ്പെടുക്കാം. 25 ദിവസം പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാം. നമ്മൾ 1-ാം ദിവസം നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നമുക്കെല്ലാവർക്കും തീരുമാനമെടുക്കാം, ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് കുടുംബസമേതം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് തീവ്രതയോടെ 25 നോമ്പ് എടുക്കാനും 25 ദിവസവും നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ജൂബിലി വർഷം നമുക്ക് ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാക്കാം. ഈ ഡിസംബർ 1-ാം തീയതി തന്നെ ഈ ജൂബിലി വർഷത്തിൻ്റെ രക്ഷയെ വിളംബരം ചെയ്ത് നമ്മളെല്ലാ ഭവനങ്ങളിലും നക്ഷത്രം തൂക്കാൻ, നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമൊക്കെ നക്ഷത്രങ്ങൾ തൂക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. KCBC ഈ ജൂബിലി വർഷം നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഡിസംബർ മാസം ബൈബിൾ പാരായണ മാസമാണ്. പ്രത്യേകമായി പഞ്ചഗ്രന്ഥം മുഴുവൻ വായിക്കാനാണ്. സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ മക്കളോട് ആഹ്വാനം ചെയ്യാം, ഈ ഡിസംബർ മാസം പഞ്ചഗ്രന്ഥം മുഴുവൻ വായിക്കാനായിട്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്കും ഈശോ തരുന്ന വലിയ രക്ഷ, ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ സന്തോഷം നിറയുക എന്ന ലക്ഷ്യത്തോട് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നമ്മുടെ കുടുംബങ്ങളെ പരസ്പരം ക്രിസ്മസ് ഫാമിലി ഫ്രണ്ടായി നൽകി ഈ ഒരു മാസം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങളിൽ ഈശോ തരുന്ന രക്ഷ നിറയാൻ വേണ്ടി പരിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലുമൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു മാസം അപ്രകാരം പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് ക്രിസ്മസിൻ്റെ ജൂബിലിയുടെ സമ്മാനമായി നൽകേണ്ടത് നൂറുമേനി സീസൺ 4-ൻ്റെ ഈ ഒരു പഠന പുസ്തകമാണ്. അപ്രകാരം ഈ ഒരു ക്രിസ്മസ്, ഈ ജൂബിലി ക്രിസ്മസ് കൂടുതൽ ദൈവവചനത്തോടടുക്കുന്ന പരിശുദ്ധ അമ്മയെയും യൗസേപ്പ് പിതാവിനെയും പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ വചനത്തിന് മുമ്പിൽ സമർപ്പിതമായ കുടുംബങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം
ഈശോ തരുന്ന വലിയ സന്തോഷം നിറയട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.